ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നതാണ് നിർമ്മാണ രംഗത്തെ ഗുരുതരവും അതിമാരകവുമായ പരിക്കുകൾക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ കാരണം. ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന നിരവധി വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർമ്മാണ രംഗത്തുണ്ട്. സ്കാഫോൾഡിങ്ങിലും മൊബൈൽ ടവറുകളിലും MEWPSലും ഒരു തുറന്ന സ്ഥലത്തോ അറ്റത്തോ ജോലി ചെയ്യുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും. ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി നിയന്ത്രിക്കുന്നതിന് വീഴ്ച ഒഴിവാക്കുന്നത്, വീഴ്ച തടയുന്നത്, വീഴുന്നയാളുടെ വീഴ്ചയിൽ നിന്ന് തടയുന്നത് എന്നിങ്ങനെയുള്ള പ്രത്യേക കരുതൽ നടപടികൾ പാലിക്കണം. ആദ്യം എല്ലായ്പ്പോഴും നോക്കേണ്ടത് ആ ജോലി നിലത്ത് നിന്ന് തന്നെ സുരക്ഷിതമായി ചെയ്യാനാകുമോ എന്നതാണ്. ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ വീഴ്ച തടയാൻ 2 ഗാർഡ് റെയിലുകളും ടോ ബോർഡുകളും ഘടിപ്പിച്ച എഡ്ജ് പ്രൊട്ടക്ഷൻ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പാക്കുക. ഒപ്പം ഉചിതമായൊരു ആങ്കർ പോയിന്റിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു ഹാർനസും ധരിച്ചിരിക്കണം. ഹാർനസ് ധരിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ ആശ്രയം. എന്നാൽ അത് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയാനാകില്ല. ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ഹാർനസ് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാനും ഉപയോഗിക്കാനും ഹാർനസ് ശരിയായി പരിശോധിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുക. ഹാർനസുകൾ ആവശ്യമുള്ളയിടത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തെ അടുത്ത പ്രോക്സിമിറ്റിയിൽ ജോലി ചെയ്യുന്നവരുടെ വീഴ്ച തടയുന്നതിന് അകലത്തിൽ വയ്ക്കാവുന്ന ബാരിയറുകൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഉയരത്തിൽ നിന്ന് സാധനങ്ങൾ താഴെയുള്ള ആളുകളുടെ മേൽ വീഴുന്നത് തടയുന്നതും പ്രധാനമാണ്. സാധനങ്ങൾ വീഴുന്നത് തടയാൻ ലിഫ്റ്റ് ഷാഫ്റ്റുകളിലെ ഓപ്പണിങ്ങുകൾ പൂർണ്ണമായും പരിരക്ഷിതമാക്കിയിരിക്കണം. സർവീസ് ഉയർത്തിവയ്ക്കുന്നവയ്ക്കും തുളകൾക്കും അവയ്ക്ക് ചുറ്റും ഡബിൾ ഹാൻഡ് റെയിലുകളും ടോ ബോർഡുകളും കൊണ്ട് മെഷ് ഉറപ്പിച്ചിരിക്കുകയും വേണ്ടതാണ്. പെരിമീറ്റർ പ്രൊട്ടക്ഷൻ്റെ പുറത്തോ ഒരു അറ്റത്തിൻ്റെ പ്രോക്സിമിറ്റിക്കുള്ളിലോ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപകരണങ്ങളും ടൂളുകളും ടെതർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. MEWPS മൊബൈൽ ടവറുകളിൽ നിന്നും ഭിത്തികളിൽ നിന്നും ജോലി ചെയ്യുമ്പോൾ ടൂൾ ടെതറുകളും ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് വീഴുകയാണെങ്കിൽ ആർക്കും പരിക്ക് പറ്റില്ലെന്ന് ഉറപ്പാക്കാൻ ഒഴിവാക്കൽ മേഖലകളും ആവശ്യമാണ്. ഒരു ഒഴിവാക്കൽ മേഖല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അനുമതിയില്ലാതെ നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാനാകില്ല. അനുമതിയില്ലാതെ നിങ്ങൾക്ക് എഡ്ജ് പ്രൊട്ടക്ഷനിൽ മാറ്റം വരുത്തുകയോ അത് പൊളിച്ചു മാറ്റുകയോ ചെയ്യാൻ പാടില്ലെന്നതും പ്രധാനമാണ്. ഉപകരണം ജോലി ചെയ്യാൻ ഉചിതമായതും ഉറപ്പുള്ളതും ശക്തവുമായിരിക്കണം. നിങ്ങൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നതിന് മുൻപ് അത് പരിശോധിക്കുന്ന കാര്യം ഉറപ്പാക്കുക. കുറച്ച് സമയത്തേക്കുള്ള ജോലികൾക്ക് മാത്രമേ ഏണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒപ്പം ആ ജോലിക്കിടയിൽ 3 പേരെ ബന്ധപ്പെടാനുള്ള സംവിധാനവും കരുതേണ്ടതാണ്. 3 പേരെ ബന്ധപ്പെടാനുള്ള സംവിധാനം പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് തെറ്റായ ഉപകരണം ഉപയോഗിക്കുന്നതിനാണ് സാധ്യത. ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ടവർ സ്കഫോൾഡ് ഫലപ്രദമായ ഒരു ഉപകരണമാണ്. ഡബിൾ ഗാർഡ് റെയിലുകളും ടോ ബോർഡുകളും എല്ലായ്പ്പോഴും സ്ഥാപിച്ചിരിക്കണം. ഒപ്പം ടവറുകൾ കീഴ്മേൽ മറിയുന്നത് തടയാൻ ഔട്ട് റിഗറുകൾ എത്രയും നേരത്തെ തന്നെ വിന്യസിച്ചിരിക്കണം. വീലുകൾ ലോക്ക് ചെയ്തിരിക്കുകയും മൊബൈൽ ടവർ നീക്കുമ്പോൾ ആരും അതിലുണ്ടായിരിക്കാനും പാടില്ല. ടവറുകളിൽ ഡിസ്പ്ലേയിൽ കൃത്യസമയത്ത് പരിശോധന നടത്തിയ ടാഗുകളും ഉണ്ടായിരിക്കണം.